കണ്ടു താക്കോല് കുഞ്ഞന്തവൾ. അങ്ങനെ ബാലൻ സിനിമ കണ്ടു. എന്ത് രസമാണ് പടം, മനോഹര പടം. എന്ത് ഭംഗിയായിട്ടാണ് ഈ പടം എടുത്തു വെച്ചേക്കുന്നത്. തുടക്കം മുതൽ അവസാനം വരെ പടത്തിൻ്റെ ഗ്രാഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നമുക്കറിയാം, കുറേ കാലത്തിന് ശേഷം ഒരു മലയാള പടം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു ഫ്രഷ്നെസ്സും ഫീൽ ചെയ്യുന്നത്. കാരണം അത്രയ്ക്ക് ഭംഗിയായിട്ട് ഈ പടം എടുത്ത് വെച്ചേക്കുന്നത്. അത്രയ്ക്ക് ഭംഗി എന്ന് വെച്ചാൽ അത്രയ്ക്ക് ഭംഗി. നമുക്കൊരു പടം കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ, തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങി അല്ലെങ്കിൽ ഒരു മലയാള സിനിമ കണ്ട് പുറത്തിറങ്ങി നമുക്ക് അതിനെക്കുറിച്ച് ആരോടെങ്കിലും സംസാരിക്കാൻ അല്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ തോന്നില്ലേ? കാരണം അങ്ങനെ ഡിസ്കസ് ചെയ്യാൻ തോന്നുമ്പോൾ തന്നെ നമുക്കറിയാം ആ പടം അതിമനോഹരമാണെന്ന്. അങ്ങനത്തെ ഒരു പടം ഇത്. ഇതിൻ്റെ ഓരോ ഭാഗവും മീൻസ് ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു പടം എന്ന് വെച്ചാൽ ഇറ്റ്സ് മെയ്ഡ് ബൈ എ പീക്ക് പവേഴ്സ് ഇൻ മലയാളം. കാരണം അത്രയ്ക്ക് ഭംഗിയായിട്ടാണ് ഇതിൻ്റെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും കൈകാര്യം ചെയ്തിരിക്കുന്നത്. അതായത് ഡയറക്ടർ ചിദംബരം, ജാനേമൻ, മഞ്ഞമ്പൽ ബോയ്സ് ഒക്കെ നമുക്ക് സമ്മാനിച്ച ചിദംബരം ഡയറക്ഷൻ കിട്ടിലും. സ്റ്റോറി ജിത്തു മാധവൻ്റെ സ്റ്റോറി, നമ്മുടെ ആവേശം ഡയറക്ടർ ജിത്തു മാധവൻ്റെ സ്റ്റോറിയാണ് ഈ പടത്തിൻ്റെ ഗ്രാഫ് ഇങ്ങനെ മേലോട്ട് കൊണ്ടുപോകുന്നത്. ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവ് ഇതിൻ്റെ റൈറ്റിംഗാണ്. തുടക്കം മുതൽ അവസാനം വരെ ക്യാരക്ടർ ബിൽഡ് ചെയ്യുന്നതും ആ സ്റ്റോറി ബിൽഡ് ചെയ്യുന്നതും അത് കൊണ്ടുപോകുന്നതും ഒക്കെ വേറെ ലെവലിലോട്ടാണ് പോകുന്നത്. പിന്നെ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി, ഷൈജു ഖാലിദ് സൂപ്പർ. നമുക്കൊരു പടം കാണുമ്പോൾ നമ്മളതിൻ്റെ ഫ്രെയിംസ് ശ്രദ്ധിക്കുന്നു. ആ ഫ്രെയിംസ് നമുക്ക് ഒരു നോർമൽ ഫ്രെയിം ഒരു പടത്തിലില്ല. ഓരോ ഫ്രെയിമും ഇതിൻ്റെ അടിപൊളിയായിട്ട് എടുത്ത് വെച്ചേക്കുന്നത്. പിന്നെ ഇതിന് മ്യൂസിക് സുഷിൻ ശ്യാം, പിന്നെ പ്രൊഡക്ഷൻ ഡിസൈനിങ് നമുക്കറിയാം അജയൻ ചാലിശ്ശേരി. നമുക്കറിയാം മഞ്ഞമ്മൽ ബോയ്സിലൊക്കെ സിനിമ നമുക്കതിലെ ഡിസൈനിങ് ഒക്കെ ചെയ്ത അജയൻ ചാലിശ്ശേരി. എല്ലാവരുടെയും കഴിവിതിൽ ഒപ്പിയെടുത്തിട്ടുണ്ട്. നമുക്കൊരു സിനിമ കാണുമ്പോൾ അതിൻ്റെ ഫ്രെയിംസ്, മ്യൂസിക്, സ്റ്റോറി, അതിൻ്റെ ക്യാരക്ടേഴ്സ് എല്ലാം എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയ ഒരു അടിപൊളി മലയാളം പടം. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ടത് ഗണപതി, കാസ്റ്റിംഗ് ഡയറക്ടർ ഗണപതി. ഇതിൽ ഓരോ ക്യാസ്റ്റും പെർഫെക്റ്റ് കാസ്റ്റ് വെച്ചാൽ പെർഫെക്റ്റ് കാസ്റ്റിംഗ്. ഇതിൽ ചെറിയ റോൾ മുതൽ വലിയ റോൾ ചെയ്തവരെ അവരുടെ റോൾ അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെയൊക്കെ പങ്ക് ഈ പടത്തിൽ അത്രയ്ക്ക് വലുതാണ്. കിട്ടില്ല പടം. കാരണം കുറേ കാലത്തിന് ശേഷം ഒരു മലയാള പടം കണ്ടിട്ട് ഇങ്ങനെ സാറ്റിസ്ഫൈഡ് ആയിട്ട് വന്നിങ്ങനെ റിവ്യൂ ചെയ്യാൻ തോന്നുന്നത്. കാരണം ഞാൻ എല്ലാ പടത്തിൻ്റെ റിവ്യൂ എഴുതിയിട്ട് പോയത്. പക്ഷേ ഇങ്ങനെ ഈ ഒരു പടത്തിൻ്റെ റിവ്യൂ എനിക്ക് വീഡിയോ ആയിട്ട് ചെയ്യുന്ന അത്രയ്ക്ക് ആഗ്രഹമുണ്ട്. കാരണം സൂപ്പർ പടം.